ഇന്ന് നമ്മുടെ നിയമസഭയിൽ നീറ്റ് വിഷയത്തിൽ ഒരു പ്രമേയം പാസാക്കി എന്നാണ് സ്പീക്കർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ ഞാൻ അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് പിന്നീട് വരാം. ഈ പ്രമേയം CPM-ഉം കോൺഗ്രസും ചേർന്നിട്ടുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു പ്രമേയം എന്നുള്ളതിനപ്പുറത്ത് ഈ വിഷയത്തോടുള്ള അവരുടെ താല്പര്യം അല്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചേതോവികാരം എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം NTA നടത്തുന്ന നീറ്റ് പരീക്ഷ, ആ പരീക്ഷ തീർച്ചയായിട്ടും ഈ തവണ വീഴ്ചകളുണ്ടായി എന്നുള്ള കാര്യം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് നടപടിയെടുക്കുകയും അതിൻ്റെ അന്വേഷണം നടത്താൻ CBI-യെ ഏൽപ്പിക്കുകയും CBI ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി അറസ്റ്റുകൾ നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വളരെ വ്യക്തമായി നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പരീക്ഷാ ക്രമക്കേടുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. വാസ്തവത്തിൽ പ്രതിപക്ഷത്തിൻ്റെ താല്പര്യം, ആ താല്പര്യം എന്താണ് എന്നുള്ളത് വ്യക്തമാകുന്ന നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. വിദ്യാർത്ഥികളുടെ ആശങ്ക അകറ്റുന്നതിന് പകരം അവരുടെ മനസ്സിൽ ഭയവും ആശയക്കുഴപ്പവും ഒക്കെ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജസ്ഥാനിലെ കോട്ടയിൽ പുനഃപരീക്ഷ നടക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം ആ വിദ്യാർത്ഥികളുടെ തയ്യാറെടുപ്പുകളെ അടക്കം ബാധിക്കുന്ന തരത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ചെന്ന് നടത്തിയ പരിപാടി, ആ പരിപാടിയുടെ സ്ഥിതി നമുക്കെല്ലാവർക്കും അറിയാം. മാത്രമല്ല, പരീക്ഷ നടന്ന ദിവസം ബാംഗ്ലൂരിൽ കോൺഗ്രസ് പ്രസിഡന്റ് നടത്തിയ പരിപാടി, ആ പരിപാടിയുടെ ഫലമായിട്ട് ഗതാഗതക്കുരുക്കിൽപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷ എഴുതാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ടായി. താരതമ്യം ചെയ്യുമ്പോൾ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വിദേശയാത്ര കഴിഞ്ഞ് ഡൽഹിയിലെത്തിയതിന് ശേഷം എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികളുടെ യാത്രയെ ബാധിക്കരുത് എന്നുള്ളതുകൊണ്ട് 1.5 മണിക്കൂർ നേരം അദ്ദേഹം എയർപോർട്ടിൽ തന്നെ കാത്തിരുന്നതും മാധ്യമങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഏറ്റവും പ്രധാനം. പരീക്ഷാ സംവിധാനം കൂടുതൽ സുതാര്യവും സുരക്ഷിതവും വിശ്വാസ്യതയുള്ളതാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. നമ്മളിതിൻ്റെ ചരിത്രത്തിലേക്ക് കൂടി പോകേണ്ട ആവശ്യമുണ്ട്. കാരണം നീറ്റ് പരീക്ഷ തുടങ്ങുന്നത് 2010-ലാണ്. അന്നാണ് ഇതിൻ്റെ ആദ്യത്തെ ശുപാർശകൾ വരുന്നത്. ശുപാർശ വന്നതിന് ശേഷം 2013-ൽ നീറ്റ് ആദ്യത്തെ പരീക്ഷ നടന്നു. പക്ഷേ ആദ്യത്തെ പരീക്ഷ നടന്നത് സുപ്രീം കോടതി റദ്ദാക്കി. അന്ന് നരേന്ദ്രമോദിയുടെ ഭരണമല്ല. നീറ്റ് ഉണ്ടാവാൻ കാരണം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന പരീക്ഷകളിൽ ഉണ്ടായിട്ടുള്ള ക്രമക്കേടുകൾ, വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പ്രവേശനം നേടാനുള്ള സൗകര്യമൊരുക്കൽ, ഇതിന് ഒരേ നിലവാരത്തിലുള്ള ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാവുക, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ നീറ്റ് എന്നുള്ള സംവിധാനം തന്നെ ഉണ്ടായത്. ഏതായാലും അതിൽ വീഴ്ചകൾ ഉണ്ടായപ്പോൾ ആ വീഴ്ചകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നു. നമ്മൾ ഇത്രയും താല്പര്യമെടുക്കുന്ന കേരളത്തിലെ CPM കോൺഗ്രസ് മുന്നണി ഇന്നലെയും ഇന്നുമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള ആശങ്ക ഇതുവരെ പ്രകടിപ്പിച്ചത് കണ്ടിട്ടില്ല. ആസൂത്രണ ബോർഡിലെ ചീഫിൻ്റെ നിയമനത്തിനുള്ള പരീക്ഷ എഴുതിയ ആളുകൾക്ക് മുഴുവൻ ഉത്തരങ്ങൾക്കും മാർക്ക് നൽകിയിട്ടില്ല എന്ന് PSC തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. മൂല്യനിർണ്ണയം നടത്താതെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത്. 2019 ഇതേ PSC നടത്തിയ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയിൽ
ക്രിമിനൽ കേസ് പ്രതികളായിട്ടുള്ള SFIക്കാരായിട്ടുള്ള ആളുകൾ റാങ്ക് പട്ടികയിൽ വന്ന കാര്യവും കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് പരീക്ഷ കഴിഞ്ഞതിനപ്പുറത്തെ വർഷം 2025 എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള കീം പരീക്ഷാഫലം ഹൈക്കോടതി റദ്ദാക്കേണ്ടി വന്നു. കാരണം ഫലപ്രഖ്യാപനത്തിന് 1 മണിക്കൂർ മുമ്പ് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയിട്ടാണ് അന്ന് പരീക്ഷാഫലം പ്രഖ്യാപിച്ചത്. അപ്പോൾ അതുകൊണ്ട് പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ട് പല ക്രമക്കേടുകളും പല തലങ്ങളിൽ നടക്കാറുണ്ട്. അതിന് സംവിധാനത്തെ മുഴുവൻ കുറ്റപ്പെടുത്തിക്കൊണ്ട്, ഒരു സർക്കാരിനെ മുഴുവൻ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു സംസ്ഥാന നിയമസഭ പ്രമേയം പാസാക്കുക എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ നിലപാടിന് വേണ്ടിയിട്ട് ഒരു നിയമസഭയെ ഉപയോഗപ്പെടുത്തലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് CPM-ഉം കോൺഗ്രസും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റിയിട്ട് വേണം കേന്ദ്ര സർക്കാരിൻ്റെ കരടിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നടപടിക്രമത്തെക്കുറിച്ച് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചു, പക്ഷെ അത് സഭാ നടപടികൾ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. സാധാരണഗതിയിൽ സഭയിൽ ഭേദഗതി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഭേദഗതി വോട്ടിനിടും, ഭേദഗതി തള്ളും. ഭേദഗതി തള്ളിയതിന് ശേഷം അതിൽ ശബ്ദ വോട്ടോടു കൂടി തള്ളാം. പക്ഷേ പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ കേരള നിയമസഭയുടെ ചട്ടം ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരംഗം ഡിവിഷൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരാളാണെങ്കിൽ പോലും ഡിവിഷൻ അനുവദിക്കുക എന്നുള്ളതാണ്. ആ ഡിവിഷൻ അനുവദിക്കപ്പെട്ടില്ല. മാത്രമല്ല, ഭേദഗതികൾ തള്ളിയതിന് ശേഷം പ്രമേയം വോട്ടിനിട്ടിട്ടില്ല. നിങ്ങൾ പരിശോധിക്കാം. ഭേദഗതി തള്ളി എന്നതിൻ്റെ അർത്ഥം പ്രമേയം പാസ്സായി ഓട്ടോമാറ്റിക്കായിട്ട് പ്രമേയം പാസ്സാവാൻ പറ്റില്ല. ഭേദഗതി തള്ളിയതിന് ശേഷം പ്രമേയം വീണ്ടും വോട്ടിനിടണം. വോട്ടിനിട്ടതിന് ശേഷം ആ പ്രമേയത്തിൽ അനുകൂലിക്കാം, എതിർക്കാം. സ്വാഭാവികമായും പ്രമേയത്തെ അനുകൂലിക്കുന്ന ആൾക്കാർ ബഹുഭൂരിപക്ഷമാണ്, അവരെല്ലാവരും അനുകൂലിക്കണമായി. അതുകൊണ്ട് സ്പീക്കറുടെ റൂളിംഗ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ പ്രമേയം പാസ്സായതായിട്ട്. പ്രമേയം പാസ്സായി എന്ന് പറയുന്നത് അതിൻ്റെ വീഡിയോ പരിശോധിക്കുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. പ്രമേയം പാസ്സാക്കിയിട്ടില്ല, ഭേദഗതി തള്ളുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നഗരസഭയെ ബന്ധപ്പെട്ടിട്ട് വലിയ തരത്തിൽ പ്രശ്നം നടക്കുകയാണ്. അപ്പോൾ ഭരണസ്തംഭനം എന്ന് പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വലിയ കയ്യാങ്കളിയൊക്കെ ഉണ്ടായി. ഇതിന്റെ കൗൺസിൽ യോഗം 47ാമത്തെ ദിവസം ചേർന്നു. മിനിറ്റുകൾക്കുള്ളിൽ ഈ കൗൺസിൽ യോഗം ചേർന്ന് അവസാനിച്ചു. അപ്പോൾ വലിയ ഭരണസ്തംഭനമുണ്ട്. ഈ മാലിന്യക്ക് നടക്കുന്നില്ല. അങ്ങനെ ഏക ഭരണമുള്ള നഗരസഭയിൽ തന്നെ BJP പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഭരണസ്തംഭനം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം കൗൺസിൽ യോഗം മാസത്തിലൊരിക്കൽ നടക്കുന്ന കൗൺസിൽ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഭരണം നടക്കുന്നത്. കൗൺസിൽ യോഗത്തിൽ തീരുമാനങ്ങൾ എടുക്കണം. ആ തീരുമാനങ്ങൾ എങ്ങനെയൊക്കെ എടുക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. 15 മിനിറ്റ് കൊണ്ടും 10 മിനിറ്റും. ഇന്നലെ ധാരാളം അജണ്ട ഐറ്റംസ് മാറ്റിവെച്ചു എന്നുള്ളത് ശരിയാണ്. അത് ചർച്ച ചെയ്യണമെന്നുള്ളത് കൊണ്ടായിരിക്കണം. ആ കാര്യത്തിൽ മേയറാണ് ആ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള അഭിപ്രായം പറയേണ്ടത്. ഏതൊക്കെയാണ് അജണ്ട ഐറ്റം മാറ്റിവെച്ചത്? ഭരണസ്തംഭനമോ അല്ലെങ്കിൽ മാലിന്യ നീക്കവും ബാക്കിയുള്ള കാര്യങ്ങളിലും ഒക്കെ നടപടികളോ ഒന്നും തന്നെ തടസ്സപ്പെട്ടിട്ടില്ല. CPM-ഉം കോൺഗ്രസും ചേർന്ന് കേരളത്തിൽ ഒരു നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരണത്തിൽ വന്നതിലുള്ള അസഹിഷ്ണുത, ആ അസഹിഷ്ണുത പല രൂപത്തിൽ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ജനങ്ങളെ സംബന്ധിച്ചോളം ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലുണ്ടായിരുന്നു. ഒരു മാസം 30 ദിവസത്തേക്ക് തന്നെ കൗൺസിൽ യോഗം വിളിക്കുക. ഇപ്പോൾ 47ാമത്തെ ദിവസമാണ് കൗൺസിൽ യോഗം. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള അവസരം ലഭിക്കുന്നതിന് വേണ്ടി BJP സമീപനം സ്വീകരിക്കുന്നതാണ്. അല്ല, ഒന്നാമത്തെ കാര്യം, കാപ്പ കേസിൽ ഉൾപ്പെടുത്തിയതിനെ തന്നെ ഞങ്ങൾ ചോദ്യം ചെയ്യാം. കാപ്പ കേസിൽ ഉൾപ്പെടുത്തിയത് CPM നേതൃത്വം
അന്നത്തെ കൗൺസിലറുടെ അഴിമതിക്കെതിരായിട്ട് ശബ്ദമുയർത്തിയത് കൊണ്ട് മാത്രമാണ് അയാൾക്കെതിരായിട്ട് കാപ്പ കേസ് വന്നത് എന്നുള്ളതാണ്. കാപ്പ കേസ് കഴിഞ്ഞ സർക്കാർ ഇതുപോലെ അവരുടെ രാഷ്ട്രീയ പ്രതിയോഗികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നിരവധി സംഭവങ്ങളുണ്ട്. ഇനിയും സംഭവങ്ങളുണ്ട്. അത് കാപ്പ കേസും ആയിട്ടില്ല. ഞങ്ങൾ ചോദ്യം ചെയ്യും. മാത്രമല്ല അതിൽ ഞങ്ങളൊക്കെ ഈ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ അതിനിരയാണ്. ഞാൻ 1980 എന്നെ 307 വകുപ്പ് ചുമത്തിയിട്ട് 2 മാസം ജയിലിലിട്ടത് എനിക്ക് മനസ്സറിവ് പോലും ഇല്ലാത്തൊരു സംഭവത്തിൻ്റെ പേരിലാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികളെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുത്തി ജയിലിലിടുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ചോളം ഒരു പുതിയ കാര്യമല്ല. അപ്പോൾ CPM അത് നിരന്തരമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള കാര്യമാണ്. അത് ഇത്തവണ സുഗതനെതിരായിട്ടായി വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കാപ്പ കേസ് CPM ചുമത്തി എന്നുള്ളത് കൊണ്ട് സുഗതൻ ഗുണ്ടയാണെങ്കിൽ അങ്ങനെ ഒരാളെ വട്ടിയൂർക്കാവിലെ ജനങ്ങളുടെ ജനങ്ങൾ വാഴോട്ടുകോണത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് ശിവൻകുട്ടി പറയുന്നത് ഭീഷണിപ്പെടുത്തി ജനങ്ങൾ വോട്ട് ചെയ്തു എന്നാണ്. ഇതുപോലത്തെ അബദ്ധങ്ങൾ ഒരു മുൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ വായിൽ നിന്ന് വരുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ പറഞ്ഞ കേസുകൾ ഞാൻ പറഞ്ഞല്ല, ഇതൊക്കെ മാധ്യമങ്ങൾക്ക് പോലീസ് നൽകുന്ന ഒരു നറേഷനാണ്. കാരണം ഇതിൽ പല കേസുകളും കേസ് കോടതിയിൽ എത്തി വിട്ടുപോയ കേസുകളാണ്. ആ കേസ് BJP ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ കേസ് തന്നെ കെട്ടിച്ചമച്ചതാണെന്നുള്ളതാണല്ലോ. അതുകൊണ്ടല്ലേ കേസ് വിട്ടുപോയത്. പിന്നെ ക്ഷേത്രത്തിനകത്തുള്ള സംഭവം, ആ സംഭവത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചിത്രം നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. ആ ക്ഷേത്രത്തിൽ നടന്ന സംഭവം ഈ സുഗതനെതിരായിട്ട് അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ്റെ ഭാര്യയ്ക്കെതിരായിട്ട് അവിടുത്തെ CPM-കാരായിട്ടുള്ള ചില ആളുകൾ നടത്തിയ അശ്ലീല പരാമർശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള തർക്കത്തിൻ്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിനകത്തുള്ള പ്രശ്നം ഉണ്ടായത്. അതല്ലാതെ സുഗതൻ അവിടെ സമാധാനപരമായിട്ട് നടന്ന ഒരു ഉത്സവത്തിലേക്ക് ചെന്നിട്ട് ക്ഷേത്ര ഉത്സവത്തെ അലങ്കോലപ്പെടുത്തുന്ന ഒരു സംഭവമല്ല ഇവിടെ. ഏത് അല്ല, അത് കോർപ്പറേഷൻ സംവിധാനം, ഒരു പാർട്ടിയുടെ ജില്ലാ നേതൃത്വമൊക്കെ കൂടിയാണ് വെച്ചിട്ട്